ഊരൂട്ട് അമ്പലം തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്ഥലമാണ്. അവിടെ അയ്യങ്കാളി ഒരു ചെറിയ കുട്ടി പഞ്ചമി എന്ന ഒരു ലളിത് പെൺകുട്ടിയുമായി സ്കൂളിലേക്ക്, അതുകൊണ്ട് ഉണ്ണി ആട്ടിയിരിക്കലിനെ സാദരം ക്ഷണിച്ചു. ദേവി ശരണം. വൈദിക വിചാര സദസ്സിന്റെ 19 വർഷത്തെ നീണ്ട ഒരു സദസ്സ് എത്തി നിൽക്കുന്ന ഈ വേളയിൽ ഈ സന്നിധരായ ഭക്തജനങ്ങളുടെ മുന്നിൽ ഒരു പ്രഭാഷണത്തിൽ നിൽക്കുമ്പോൾ വിഷയവും സാമൂഹ്യ പശ്ചാത്തലമുള്ള വിഷയമായതുകൊണ്ട് ആ വിഷയം കടക്കുന്നതിന് മുമ്പ് ഈ വേദിക്ക് അധ്യക്ഷപദം അലങ്കരിക്കുന്ന അലേട്ടൻ, സ്വാഗതം പറഞ്ഞ അനീഷേട്ടൻ, സന്നിധയായ മല്ലിക ചേച്ചി, സന്നിധരായ എല്ലാവർക്കും ദേവിയുടെ നാമത്തിലും എൻ്റെ നാമത്തിലും പ്രണാമം അർപ്പിച്ചുകൊണ്ട് വിഷയത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ മുഖപുര ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. സനാതന സംസ്കൃതിയുടെ ഈറ്റില്ലമായിരുന്ന ഭാരതം, ആ ഭാരതത്തിൽ എങ്ങനെയാണ് ജാതീയത ഉത്ഭവിച്ചത് എന്നത് അറിയേണ്ടത്, അതെങ്ങനെയാണ് ഇല്ലായ്മ ചെയ്യത് നീക്കിയത് എന്നും പഠിക്കേണ്ടതാണ് ഹിന്ദു, അല്ലെങ്കിൽ ഓരോ ആളുകളും എന്ന് ബോധ്യത്തിലാവണം വൈദിക വിചാര സദസ്സിൽ ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തത്. നമുക്കറിയാം, ഈ ജാതീയത എന്ന് പറയുന്നത് നമുക്ക് പുരാണങ്ങളിൽ നോക്കിയാൽ ഭഗവത്ഗീതയില് പറയുന്നു: ശാന്തത, ആത്മീയത, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാന, വിജ്ഞാനം ഇവ ബ്രാഹ്മണരുടെ സ്വാഭാവികമായിട്ടുള്ള സഹജമായിട്ടുള്ള അവരുടെ സ്വഭാവമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രാഹ്മണർക്ക് അത്തരത്തിലാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ പരാക്രമം, ബലം, ദൃഢനിശ്ചയ, നൈപുണ്യത, യുദ്ധത്തിനുള്ള ധൈര്യം, ഔദാര്യം, നേതൃത്വം ഇവ ക്ഷത്രിയരുടെ സഹജമായ സ്വഭാവമാണ്. കൃഷിയും ഗോരക്ഷയും വ്യാപാരവും വൈശ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ശൂദ്രരാകട്ടെ പരിചരണവും കൃഷിയുമാണ്, അധ്വാനവും ഇവ മാത്രമാണ് ശൂദ്രന്മാർക്ക് പറഞ്ഞത്. ഇങ്ങനെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിന്നിരുന്ന നമ്മൾ ഇന്ന് പറയപ്പെടുന്ന ജാതീയത ഈ പറയുന്ന ഗണത്തിൽ ഉത്ഭവിച്ചതിൽ നിന്നും എങ്ങനെയാണ് ജാതിയായി മാറിയത് എന്നതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് മുഗള സാമ്രാജ്യത്തിന്റെ അസ്തമയത്തോടുകൂടി ഓരോ വ്യക്തികളും, അന്നുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാരും മുഖ്യന്മാരായ പ്രമുഖന്മാരും സ്വയം അവരോധിച്ചു. എന്തു പറഞ്ഞിട്ടാണ് അവരോധിച്ചത്? ഞങ്ങളാണ് ഈ നാടിന്റെ രാജാക്കന്മാർ എന്ന് ഒരു കൂട്ടർ വാദിച്ചു. മറ്റൊരു കൂട്ടർ വാദിച്ചു ഞങ്ങളാണ് ഇന്ന കാര്യത്തിന്റെ ആളുകൾ, ഞങ്ങളാണ്. ഇപ്പോൾ കൃഷി ഉപജീവനമായി എടുത്ത ആളുകൾ ഞങ്ങൾ ഉണ്ടെങ്കിലേ ഈ കൃഷി ഉണ്ടാവുള്ളൂ, പാടം നടക്കുള്ളൂ എന്ന് ശൂദ്രൻ പറഞ്ഞതുപോലെ, വൈശ്യൻ പറഞ്ഞതുപോലെ, അങ്ങനെ അവര് ചെയ്യുന്ന കർമ്മങ്ങളെ അടിസ്ഥാനത്തിൽ അവര് വാദമുഖങ്ങൾ ഉയർത്തി. മുഗളന്മാരുടെ അന്തിമ കാലഘട്ടങ്ങളിൽ അത് ആരംഭിക്കുകയും ബ്രിട്ടീഷുകാരുടെ കാലമായപ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഇത് നേരെ ഭാരതത്തെ കീഴ്പ്പെടുത്താൻ, ഭാരതീയരുടെ മനസ്സിലേക്ക് കീഴ്പ്പെടുത്താൻ ഏറ്റവും സിമ്പിളായ ഒരു യോജിപ്പ് കണ്ടെത്തിയത് വിഘടിപ്പിക്കുക എന്നതാണ്. ഈ വിഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച് നിൽക്കുന്ന ആളുകൾക്ക് ചില പാരിതോഷികൾ പ്രഖ്യാപിച്ചു. ചില നിറമുള്ള ആളുകൾക്ക്, ചില കഴിവുള്ള ആളുകൾക്ക് സർക്കാരിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അവര് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന്റെ കീഴിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ, അറിവുള്ള ആളുകൾ, അല്ലെങ്കിൽ ധൈര്യശാലികളായ ആളുകൾ
അങ്ങനെ ഓരോ വിഭാഗം ആളുകളും ഈ തരത്തിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആണ് ജാതി ഉത്ഭവിക്കുന്നത്. അവരെയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ ഭാരതത്തെ ഭരിക്കാൻ വേണ്ടി വിഭജിച്ചു ഭരിക്കുക എന്ന തന്ത്രം വളരെ ലാഘവത്തോടുകൂടി അവർ നടപ്പിലാക്കി. അതോടുകൂടിയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ നിൽക്കുന്ന നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഭരണ സംവിധാനത്തിന്റെ ജാതി വ്യവസ്ഥ നമ്മുടെ ഭാരതത്തിൽ ഉത്ഭവിച്ചത്. ഇങ്ങനെ വിഭജിച്ചു ഭരിക്കുക എന്ന ദേശീയ തലത്തിൽ നടന്ന ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ എന്ന് തന്നെ പറയാം. അതുപോലെ അതിനേക്കാൾ വളരെ ഭീമത്സകമായിരുന്നു കേരളത്തിലെ ഈ അവസ്ഥ. കേരളത്തിലുള്ള ഈ പറയുന്ന തരത്തിലുള്ള, ഞാൻ ആദ്യം പറഞ്ഞ ഗണത്തിൽ എന്താണോ തങ്ങളുടെ സ്വാഭാവികമായ സഹജമായ സ്വഭാവം, അത് ഞങ്ങളാണെന്ന് അവകാശപ്പെട്ടിരുന്ന ആളുകൾ ഭരണരംഗത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് എത്തപ്പെടുകയും അവര് അതിൽ താഴെയുള്ള ആളുകൾക്ക് ഒരു തരത്തിലുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി ഏറ്റവും താഴേക്കിടയിലുണ്ട് എന്ന് പറയുന്ന, സംഘടിക്കാൻ പോലും കഴിവില്ല എന്ന് പറയുന്ന ആളുകൾ ഈ ചിത്രത്തിൽ നിന്നെല്ലാം മാറിപ്പോയി. ചില ആളുകൾ സർക്കാരിന്റെ പട്ടാളക്കാരായി, ചില ആളുകൾ ഗുമസ്തന്മാരായി, ചില ആളുകൾ വക്കീലന്മാരായി. പക്ഷേ ഇതെല്ലാം തന്നെ തനി ഭാരതീയരും കേരളീയരുമായ ആളുകൾ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ജാതീയതയുടെ പേരിൽ, വിഭജിച്ചതിന്റെ പേരിൽ കിട്ടിയ ആനുകൂല്യമാണ് എന്ന് തിരിച്ചറിയാതെ അവർ ഇത് പരമാവധി ആ സമയത്ത് തന്റെ സഹോദരൻ എന്ന് കരുതപ്പെടേണ്ട, ഭാരതീയൻ എന്ന് കരുതപ്പെടേണ്ട സഹോദരങ്ങൾക്ക് നേരെ കടന്നാക്രമണത്തിന് കോപ്പുകൂട്ടി. അങ്ങനെ വന്നപ്പോഴാണ് ഇന്നത്തെ കേരളത്തിന്റെ, അല്ലെങ്കിൽ അന്നത്തെ കേരളത്തിന്റെ അവസ്ഥയാണ് നമ്മുടെ ചർച്ചാ വിഷയം. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം എവിടെ നിന്നാണ് ജാതി വന്നു എന്ന് മാത്രം ഞാൻ ആമുഖമായിട്ട് പറഞ്ഞു. ഇന്നത്തെ ജാതിയുടെ അവസ്ഥ ഭഗവത്ഗീതയില് ഞാൻ ആദ്യം പറഞ്ഞ 3 കാര്യവും 18-ാം അധ്യായത്തില് 41, 42, 43 ശ്ലോകങ്ങളിൽ ഭഗവത്ഗീത എന്ന് നമ്മുടെ കയ്യിലുള്ളതാണ്. ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചതിന്റെ അർത്ഥമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. ശൂദ്രൻ ഇങ്ങനെയാണ്, വൈശ്യൻ ഇങ്ങനെയാണ്, ബ്രാഹ്മണൻ ഇങ്ങനെയാണ്, ക്ഷത്രിയൻ ഇങ്ങനെയാണ് എന്ന നിലയിൽ പറഞ്ഞു വെച്ചത് ഭഗവത്ഗീതയിൽ നിന്നും കോട്ട് ചെയ്ത ഭാഗമാണ്. 18-ാം അധ്യായത്തിലാണ് അതുള്ളത്. അതിന്റെ ഭഗവത്ഗീതയിൽ തന്നെ 3-ാം അധ്യായത്തിലും ഓരോരുത്ത വ്യക്തിയുടെ ഗുണസവിശേഷങ്ങളും എന്താണ് ഓരോ വ്യക്തിയും ചെയ്യേണ്ടതെന്നും പരധർമ്മം ഇതാൽ ഉണ്ടാകുന്ന വിപത്ത് എന്താണെന്നും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അർജുനനോട്. അത്തരത്തിൽ ഉത്ബോധനം ഉണ്ടായിരുന്ന ഒരു ജനതയാണ് ഈ തരത്തിലേക്ക് മാറിയത് എന്ന ദുഃഖസത്യം ഉൾക്കൊണ്ടുകൊണ്ട് അന്നത്തെ കേരളത്തിന്റെ അവസ്ഥയിലേക്ക് നമുക്ക് ചിന്തിക്കാം. കേരളത്തില് ഈ പറയപ്പെടുന്ന ഏറ്റവും താഴേക്കടയിൽ ഉണ്ടായിരുന്ന സമൂഹം മുതൽ ഏറ്റവും ഉന്നത ശ്രേണിയിൽ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയിലുള്ളവർ വരെ ഇതിന് ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. അതില് ഒന്ന് ചിന്തിച്ചാൽ ഏറ്റവും താഴേക്കടയിലുള്ളവർക്ക് എന്തൊക്കെയാണ് നിഷേധിക്കപ്പെട്ടിരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അവർക്ക് ഒരു പുതിയ വസ്ത്രം വാങ്ങി ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുതിയ വസ്ത്രം, അഥവാ സമ്പന്നനായില്ലെങ്കിൽ പോലും ഒരു പുതിയ വസ്ത്രം വാങ്ങിയാൽ അത് ചളിയിൽ വാരി ഇട്ട് അതിന് അഴുക്ക് പുരട്ടിയതിന് ശേഷം മാത്രമേ ഈ കീഴ്ജാതിക്കാരൻ അത് ധരിക്കാൻ പാടുള്ളൂ എന്ന ഒരു വ്യവസ്ഥ. അതോടൊപ്പം തന്നെ അവർക്ക് ഭംഗിയായി വസ്ത്രം ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. പൊതുനിരത്തില്, ഇപ്പൊ നമുക്കറിയാം, ഒരു പൊതുനിരത്തിലൂടെ നാക്കാലികൾ നടന്നു പോകുന്ന വഴിയിലൂടെ പോലും മനുഷ്യരായി പിറന്ന ഈ കുലത്തിൽ പിറന്നവർക്ക് നടക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് അനുചിതമായ നിയമവ്യവസ്ഥ ഉണ്ടാക്കി വെച്ച് മേൽക്കോയ്മ ചമഞ്ഞ് നടന്ന നാടായിരുന്നു നമ്മുടെ കേരളം. സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ, അരയ്ക്ക് മുകളിൽ വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. പുരുഷന്മാരുടെ മുണ്ട് മുട്ടിന്റെ താഴെ വരാൻ പാടില്ല. സ്ത്രീകൾക്ക് പൊട്ടുകുത്താൻ പാടില്ല.
വിദ്യാഭ്യാസത്തിന് പാടില്ല. ഇങ്ങനെ അലിഖിതമായ നിയമവ്യവസ്ഥ കൊണ്ട് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടി നടമാടിയിരുന്ന കാലത്താണ് 1863 അയ്യങ്കാളി ജനനമെടുക്കുന്നത്. ആഗസ്റ്റ് മാസം 28-ാം തീയതി. ഈ സാഹചര്യത്തിൽ പിറക്കുന്ന അയ്യങ്കാളിയും കുടുംബവും ഇതേ അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെ കടന്നു പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനും കിഴക്കേക്കോട്ട ഇത്തരത്തിലുള്ള ഇതിനുമിടയില് വെങ്ങാനൂർ എന്ന് പറയുന്ന തനി ഗ്രാമീണരുടെ ഒരു നാട്ടിലാണ് അയ്യങ്കാളി ജനിക്കുന്നത്. 10 മക്കളുണ്ട് അയ്യങ്കാളിയുടെ അച്ഛനും അമ്മയ്ക്കും. അമ്മ മാല, അച്ഛൻ അയ്യൻ. കാളി എന്നായിരുന്നു അയ്യങ്കാളിയുടെ പേര്. കാളി എന്ന എല്ലാവർക്കും ഒരുപാട് നാമം ഉണ്ടായതുകൊണ്ട്, അയ്യന്റെ മകനായതുകൊണ്ട് തിരിച്ചറിയാൻ വേണ്ടി പിന്നീട് അയ്യ കൂട്ടി വിളിച്ചു. അങ്ങനെ അയ്യന്റെ മകൻ അയ്യൻ കാളിയായി. 10 മക്കളിൽ 2 പേര് അകാലവൃത്തിയിൽ മരണപ്പെട്ടു. 5 ആൺമക്കളും 3 പെൺമക്കളുമായി ആ അച്ഛൻ വലിയ പരമേശ്വരപിള്ള എന്ന ഒരു ജന്മിയുടെ കുടിയാനായിക്കൊണ്ട് കുടുംബം പുലർത്തുന്ന കാലം. പരമേശ്വരപിള്ള ഈ പറയുന്ന ഗണത്തിലല്ല പെട്ടിരുന്നത്. അന്നത്തെ ജാതി വ്യവസ്ഥയിൽ മാത്രം മതോന്മുഖനായി കഴിഞ്ഞ ഒരു ആളായിരുന്നില്ല. സ്നേഹവും വാത്സല്യവും തനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന വർഗത്തോടും അവരുടെ കുടുംബത്തോടും ഒരു പ്രതിബദ്ധത പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഈ പറയുന്ന മുതലാളി. ഏത് കാര്യത്തിനും സഹജമായ സ്വഭാവത്തോടുകൂടി കാര്യങ്ങൾ അറിയുകയും ഒരു അടിമയായിട്ട് അയ്യങ്കാളിയെയും അയ്യങ്കാളിയുടെ അച്ഛനായനെയും അല്ലെങ്കിൽ ആ കുടുംബത്തെയും അങ്ങനെ കാണാതെ ഈ പറയുന്ന കാലഘട്ടത്തിൽ പരമേശ്വരപിള്ള അയ്യങ്കാളിക്ക് ചരിത്രത്തിൽ ആദ്യമായി ഭൂദാനം നൽകിയ വ്യക്തി ഈ പറയുന്ന പരമേശ്വരപിള്ളയാണ്. 1-2 കുടില് കെട്ടാനുള്ള സെന്റല്ല കൊടുത്തത്. അദ്ദേഹം അന്ന് കൊടുത്തത് 5 ഏക്കർ നിലം പാടം കൃഷി ചെയ്ത് തന്റെ അടിയാനെ ജമ്മിയാക്കി ഉയർത്തി ആദ്യമായി നടന്ന കേരള ചരിത്രത്തിന്റെ പാടത്ത് നമ്മൾ കൊല്ലും വയലെല്ലാം നമ്മുടെ നാടാം പൈങ്കിളിയെ എന്ന് പാടിപ്പഠിപ്പിച്ച തലമുറ വരുന്നതിന് മുമ്പ് കേരളത്തില് ആത്മാഭിമാനത്തോടുകൂടി നമുക്ക് പറയാം, ഞങ്ങളുടെ തലമുറയിൽ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ സഹജീവികളെ സ്നേഹിച്ച വ്യക്തികളെന്ന്. അതിനുദാഹരണമാണ് ആ പരമേശ്വരപിള്ള. അന്ന് തന്റെ കുടിയാന് 5 ഏക്കർ പതിച്ചു കൊടുത്തു. ആദ്യമായി നടന്ന ഭൂദാനം. ചരിത്രത്തിൽ ഇന്നും അതിന്റെ അപ്പുറത്ത് ഭൂദാനം നടന്ന രേഖയില്ല. അതിനുശേഷം നടത്തിയ നിയമനിർമ്മാണത്തിലൂടെ നടന്ന ഭൂദാനം ഒരുപാട് അലൈൻമെന്റുകൾ വരുത്തി. ഇന്ന് മറ്റു പല രാഷ്ട്രീയക്കാർ പറയുന്നത് ഭൂദാനം നടത്തിയത് ഞങ്ങളാണെന്ന് അവകാശപ്പെടുമ്പോ ഇന്നും നമുക്ക് പരിശോധിച്ചാൽ ഈ പറയുന്ന സവർണനായ നിന്നും പിടിച്ചെടുത്ത് ഈ പറയുന്ന ആളുകൾക്ക് പതിച്ചു കൊടുത്ത ഭൂമി ഇന്ന് എത്രയുണ്ട് എന്ന് പറയാൻ ഇന്നും കണക്കുകൾ സുവ്യക്തമല്ല എന്ന ചരിത്രം നമ്മൾ പഠിച്ചു വരണം. അതിനോട് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. കാരണം നമ്മുടെ മുന്നിൽ പറഞ്ഞു പൊലിപ്പിക്കുന്ന കഥയല്ല ചരിത്രത്തിന്റെ താളുകൾ നാം ഓരോരുത്തരും അന്വേഷിക്കുമ്പോൾ കിട്ടുക. അങ്ങനെ ആയിരുന്നെങ്കിൽ അന്ന് പതിച്ചു കൊടുത്ത ഭൂമി കൊണ്ട് തന്റെ ജീവിതം കെട്ടിപ്പടുത്തൊരു സമൂഹമായി ഇന്നെങ്കിലും അവർ ഉണ്ടാകുമായിരുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. 1964 കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയതല്ലേ ഭൂപരിഷ്കരണ നിയമം. ഇന്നും ആ നിയമത്തിന്റെ പിൻബലത്തിൽ അല്ലെങ്കിൽ ആ തരത്തിൽ ഉള്ള നിയമം ഉണ്ടാക്കി അവരെ ഇന്നും ജീവിപ്പിക്കുന്ന ദുരവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. നമുക്ക് വീണ്ടും അയ്യങ്കാളിയുടെ കാലത്തിലേക്ക് കടക്കാം. അയ്യങ്കാളിയുടെ ബാല്യം. ഈ പറയുന്ന അയ്യങ്കാളി വളരുന്ന സാഹചര്യം 10 മക്കളിൽ ഞാൻ ആദ്യം പറഞ്ഞ 8 മക്കളുണ്ട്, 5 ആൺകുട്ടികളാണ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ കളിക്കാൻ ഒരു കളിക്കൂട്ടം. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, വിദ്യാഭ്യാസത്തിന് നിഷേധിക്കപ്പെട്ട കാലത്ത് വേറെ ഒന്നുമില്ല. ഒരു കുട്ടി ഇന്നത്തെ നിലയിൽ നമുക്ക് സ്കൂളിൽ പോകാനില്ലാത്ത ഒരു കുട്ടിക്ക് എന്താണ് ചെയ്യാനുണ്ടാവുക എന്നൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. നേരം എടുക്കുന്നു, അച്ഛന് പാടത്തേക്ക് കഞ്ഞിയുമായി പോകുന്നു, ഏട്ടന്മാരും അച്ഛനും ഉൾപ്പെടെയുള്ളവർ പാടത്ത് ജമ്മിക്ക് വേണ്ടി പണിയെടുക്കുന്നു.
അനുസ്യൂതമായ ഈ ഒരു കാര്യം മാത്രമാണ് ആ കാലത്ത് ഈ വീട്ടിലുള്ള ആളുകൾക്ക് ചെയ്യാനുള്ളത്. മറ്റൊന്നും ഒരു വിനോദവും അവർക്കില്ല. പക്ഷേ അയ്യങ്കാളിക്ക് സമപ്രായക്കാരായ മറ്റു ആളുകളുടെ കൂടെ കളിക്കാനും അങ്ങനെ ഒരു ആവേശം തോന്നി. ആ കളിയില് അയ്യങ്കാളിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന കളി പന്ത് കളിയായിരുന്നു. ആ പന്ത് അദ്ദേഹം തന്റെ ശക്തി സംഭരിച്ച് പന്ത് കളിക്കുന്ന ഗ്രൗണ്ടിൽ നിന്നും അയ്യങ്കാളി പന്ത് കാലുകൊണ്ടടിച്ച് ഏറ്റവും അന്നത്തെ ഈ പറയുന്ന മറുജാതിയിൽപ്പെട്ട ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആളുടെ വീടിന്റെ പുരപ്പുറത്ത് പോയി പന്ത് വീഴുന്നു. പന്തെടുക്കാൻ നിയോഗിക്കപ്പെടുന്നത്, ആ വീട്ടിൽ പോയിട്ട് പന്തെടുത്ത് കൊണ്ടുവരേണ്ടത് ആരാണോ പുറത്തേക്ക് അടിച്ചത് അവനാണ് എന്ന് ടീം തീരുമാനിച്ചപ്പോ അയ്യങ്കാളിക്ക് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലേണ്ടി വന്നു. തീണ്ടാളനായി നിൽക്കുന്ന, തൊടാൻ പാടില്ലാത്ത, പ്രവേശിക്കാൻ പാടില്ലാത്ത, കണ്ണിൽ മുന്നിൽ വരാൻ പാടില്ലാത്ത ഈ ആളെ കണ്ടതോടുകൂടി ഉപ്പും തൊട്ടും പറഞ്ഞ് ഇനി ഒന്നും പറയാൻ ഇല്ലാത്ത തരത്തിൽ ആ കുട്ടിയുടെ മനസ്സിലേക്ക് താൻ പിറന്നു വീണ അച്ഛന്റെ ജാതിയോ അമ്മയുടെ കുലമോ പറഞ്ഞുകൊണ്ട് ആക്ഷേപം നടത്തിയപ്പോ ആ ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് ഓടിയപ്പോ വീട്ടിൽ ചെന്ന് പറഞ്ഞേക്കാളും അച്ഛന്റെ വാക്കുകൾ വളരെ കഠോരമായിരുന്നു. കാരണം ഈ കാലഘട്ടത്തിന്റെ വാക്കുകളായിരുന്നു അച്ഛൻ്റെത്. അത്തരത്തില് അച്ഛനും കൂടി പറഞ്ഞപ്പോ കുട്ടിയുടെ മനസ്സിൽ ഈ ജാതീയ ചിന്ത, ഈ അടിമത്ത ബോധം വളരെ എന്താ പറയാ ഒരു തീനാളം പോലെ ജ്വലിച്ചുയർന്നു. അച്ഛനെ സഹായിച്ചുകൊണ്ട് പാടത്ത് പണിയെടുത്തുകൊണ്ട് കാലം മുന്നോട്ട് പോയി. യൗവനത്തിൽ നിന്നും കടന്നതോടുകൂടി 25-ാമത്തെ വയസ്സിൽ 1888 അദ്ദേഹം വിവാഹിതനായി. വിവാഹിതനായതിനു ശേഷമാണ് അയ്യങ്കാളി എന്ന യുഗപുരുഷന് പിറവിയെടുക്കുന്നത്. യുവാവായി തന്റെ ഇടമുണ്ടായി. ആ കൂട്ടുകൂടലിൽ നിന്നും അയ്യങ്കാളി പഠിച്ച ഒരു പാഠമുണ്ടായിരുന്നു. യുവാവാകുന്നതിന് മുമ്പ് അയ്യങ്കാളി ചെറിയ ഒരു സംഭവം നടത്തുന്നുണ്ട്. സമപ്രായക്കാരായ തന്റെ ജ്യേഷ്ഠൻ, അനുജൻ, മറ്റു കുട്ടികളെയും ചേർത്തുകൊണ്ട് വൈകുന്നേരങ്ങളിൽ കളിക്കാനുള്ള പന്തുമായി നാടകവുമായി ഒത്തുചേരുന്ന ഒരു ശീലം അയ്യങ്കാളിക്കുണ്ടായി. ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി പാട്ടുകൾ എഴുതും. എഴുതിയ പാട്ടുകളൊന്നും വാഗൊണ്ടാണ് എഴുതിയത്, അക്ഷരമറിയില്ല. പാടി പഠിക്കുകയായിരുന്നു പാട്ടുകൾ. ആ പാട്ടുകളിലൊക്കെ അടിയാനും കുടിയാനുമുള്ള, ജമ്മിയും ഈ പറയുന്ന അടിയാനുമുള്ള വിരുദ്ധത നിറഞ്ഞ ആഭാസരങ്ങളെ, അല്ലെങ്കിൽ ഈ തോന്യാസങ്ങളെ എന്ന് വേണമെങ്കിൽ നാടൻ ഭാഷയിൽ പറയാവുന്ന ഭാഷ ഉപയോഗിക്കുന്ന അയ്യങ്കാളി അടിച്ചമർത്തതിന്റെ ആവശ്യകതയായിരുന്നു പറഞ്ഞിരുന്നത്. ഇത് പാടുന്ന തന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉള്ളിലേക്ക് സ്വജാതിയിൽപ്പെട്ട ആളുകൾ ഉയർത്തെഴുന്നേൽക്കേണ്ട ആവശ്യകത അയ്യങ്കാളി പതുക്കെ 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 കയറ്റിവിട്ടിരുന്നു. ആ പ്രായത്തില് കഥ പറയുക, നാടകം കളിക്കുക, ഈ സന്ധ്യാസമയമാകുന്നതിന്റെ മുമ്പ്, വീടണയുന്നതിന്റെ മുമ്പ് പാടത്ത് പണിയെടുത്ത് ഇങ്ങനെ ഒത്തുചേർന്നതിനു ശേഷം മാത്രമായിരുന്നു സ്വഗ്രഹത്തിൽ അയ്യങ്കാളി എത്തിയിരുന്നത്. ആ അയ്യങ്കാളിയെ വിവാഹിതനാവുന്നതോടുകൂടി ആണ് പിന്നീട് മാറുന്നത്. അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്തിനാണ് ഈ അടിമത്തം ഞങ്ങൾ പേറുന്നത്? ഇതാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായ ആ കളിയിലൂടെയും ആ ചിരിയിലൂടെയും അദ്ദേഹം അത് ചിന്തിച്ചെടുത്തു. അതിന് എങ്ങനെയാണ് ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി ചെയ്യുക എന്ന് അദ്ദേഹം ദിവസങ്ങൾ ആലോചന നടത്തി. അതിനുശേഷം എങ്ങനെയാണ് ഒരു രാജാവ് തങ്ങളുടെ പ്രജയെ കാണുവാനോ ആവശ്യങ്ങൾക്കായി ഇപ്പോ രാജവീതിയിലൂടെ സഞ്ചരിക്കുന്നത്, അതേപോലെ ഞാനും ഒന്ന് സഞ്ചരിക്കട്ടെ എന്ന് അയ്യങ്കാളി ഒറ്റയ്ക്ക് തീരുമാനമെടുത്തു. അതാണ് വില്ലുവണ്ടി എന്ന് പറയുന്ന ഒരു വണ്ടി. വെള്ളക്കാളകൾ, മുണ്ടും ഒരു മേൽമുണ്ടും ഒരു തലപ്പാവും വെള്ള ബനിയനും ധരിച്ചു. എങ്ങനെയാണോ നാട്ടിലെ പ്രമാണിമാർ അന്ന് സഞ്ചാര വീതിയിലൂടെ നടന്നു നീങ്ങിയത്, അതേപോലെ
അയ്യങ്കാളിയും യാത്ര പുറപ്പെട്ടു. വില്ലുവണ്ടി സമരമെന്ന് വഴി നടക്കാനുള്ള ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യമായി കേരളക്കരയിൽ ശബ്ദിച്ച ആളാണ് അയ്യങ്കാളി. സഞ്ചാരത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളുടെ മുന്നിൽ സഞ്ചാരത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു തടസ്സമുണ്ടോ എന്ന് നമ്മൾ സ്മരിക്കണം അയ്യങ്കാളിയെ. അത് ഏത് കുലമാവാം, അല്ലെങ്കിൽ ഏത് സഹജമായ സ്വഭാവമുള്ളവരുടെ കുലമാവാം, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആളുകളാകാം. ശൂദ്രൻ, എന്താ പറയാ, വൈശ്യനാകാം, ശൂദ്രനാകാം, ബ്രാഹ്മണനാകാം. ചിന്തിക്കുക, ആ അയ്യങ്കാളി അന്ന് എടുത്തതാണ്. ആ യാത്ര പുറപ്പെട്ടത് ആർക്കും നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ശത്രുക്കള് എന്ന് പറയുന്നത് ആളുകൾ നിസാരക്കാരല്ല. രാജഭരണത്തിൽ നേരിട്ട് നടത്തുന്ന ആളുകൾ, പട്ടാളം അവരുടെ കയ്യിൽ, എല്ലാം അവരുടെ കയ്യിലുള്ളപ്പോഴാണ് രാജാവിനെ പോലെ തോന്നിപ്പിക്കുന്ന വേഷവും ധരിച്ച് ഒരാള് യാത്ര തുടങ്ങുന്നത്. ആകെയുള്ളത് പ്രതിരോധിക്കാൻ അയ്യങ്കാളി മാത്രവുമാണ്. ആ യാത്ര തുടങ്ങിയ സ്ഥലത്തു നിന്നും കുറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും പടകളെത്തി അയ്യങ്കാളിയെ തടഞ്ഞു. അയ്യങ്കാളിയും അവരുമായി ഉഗ്രമായ സംഘട്ടന നടന്നു. ഊരിപ്പിടിച്ച കത്തിയുമായി അയ്യങ്കാളി ചാടി പുറത്തേക്ക് അവരെ നേരിട്ടു. യാത്ര എന്തിനാണോ പുറപ്പെട്ടത്, ആ യാത്ര അയ്യങ്കാളി പിന്നീട് കണിയാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് സമാപിച്ചു. വെങ്ങാനൂരിൽ നിന്നും കവടിയാർ കൊട്ടാരം വരെ ആണ് അയ്യങ്കാളി വീണ്ടും പോയത്. അങ്ങനെ ആ യാത്ര വളരെ ജനങ്ങളുടെ ഹൃദയത്തില് അയ്യങ്കാളി ഇങ്ങനെ ഒരു യാത്ര നടത്തിയോടുകൂടി അയ്യങ്കാളി എന്ന മഹാനായ വ്യക്തി ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നതോടുകൂടി ആ സമുദായക്കാരുടെ മാത്രമല്ല, അന്ന് പുലയ സമുദായത്തിനാണ് ഈ അവസ്ഥയുള്ളത് എന്ന് നമ്മൾ ധരിക്കരുത്. ഒന്നോ രണ്ടോ സമുദായങ്ങൾ മാത്രമാണ് മാന്യമായ കാര്യങ്ങൾ ചെയ്തിരുന്നത്. ബാക്കി എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. തൊട്ടടുത്തുള്ള മേലോട്ട് ചിന്തിക്കുമ്പോൾ ആ തരത്തിലുള്ള ആളുകൾക്കും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അവർക്കെല്ലാവർക്കും അയ്യങ്കാളിയോട് വലിയ ഒരു ബഹുമാനവും ആദരവും ഉണ്ടായി. ആ ആദരവിൽ നിന്നുകൊണ്ട് അയ്യങ്കാളി രണ്ടാമത്തെ സമരത്തിലേക്ക് പുറപ്പെടുകയാണ്. ഒരു സമരം വിജയിച്ചു എന്ന് പറയാൻ കഴിയാത്ത തരത്തിൽ പ്രതിരോധികളെ നേരിട്ടിട്ടുണ്ടെങ്കിലും വിജയിച്ചു എന്ന് പറയാൻ സാധ്യമല്ലാതെ നിൽക്കുന്ന സമയത്ത് അയ്യങ്കാളി രണ്ടാമത്തെ സമരത്തിലേക്ക് കാൽവയ്ക്കുന്നു. അത് രണ്ടാമത്തെ സമരം, അധസ്ഥിതരായ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം വേണം, അവർക്ക് പഠിക്കാനുള്ള അവകാശമില്ല. ആ കാര്യവും അയ്യങ്കാളി ആവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്തേക്ക് പോവുകയാണ്. മന്ത്രങ്ങളോ, അന്നുണ്ടായിരുന്ന ഒരു അവസ്ഥ നോക്കണം. മന്ത്രങ്ങൾ ചൊല്ലാൻ പാടില്ല, മന്ത്രങ്ങൾ കേൾക്കാൻ പാടില്ല. ആരെങ്കിലും ചൊല്ലുന്നത് കേട്ടാൽ അവിടെ നിന്നും കാതുപൊത്തി മാറിപ്പോണം. ഇതായിരുന്നു അന്നത്തെ വ്യവസ്ഥ. ഒരു മന്ത്രധ്വനി കേൾക്കാനുള്ള അർഹത പോലും ഇല്ലാതെ മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിൽ നിന്നും എനിക്കും എന്റെ തലമുറയ്ക്കും പഠിക്കണം, വിദ്യാഭ്യാസം വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന എന്താകുമെന്ന് ചിന്തിച്ചു നോക്കുക. ഇന്നത്തെ ചിന്തയിൽ നിന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ കേരളത്തിന്റെ ആദ്യം പറഞ്ഞ ആ പ്രാകൃത സംസ്കാരത്തിന്റെ വക്താക്കളായി ജീവിച്ചിരുന്ന ആളുകളുടെ ചിന്ത എന്തായിരിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അധ്വാനിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്, പാടത്ത് പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് നിങ്ങളെന്ന മുദ്രകുത്തി ഒരു സമൂഹത്തെ, അയ്യങ്കാളിയുടെ സമൂഹത്തെ, ബാക്കി ഒന്നിനും അവകാശമില്ലാതെ ജീവിപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ ആ സമരം അയ്യങ്കാളി തുടങ്ങുകയാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം ആദ്യം ചെയ്തത് 1904 വെങ്ങാനൂരില് ഒരു പള്ളിക്കൂടം അദ്ദേഹം സ്ഥാപിച്ചെടുത്തു. ആ പള്ളിക്കൂടം ഒറ്റ ദിവസം കൊണ്ടാണ് ഈ പറയുന്ന ആളുകൾ അഗ്നിക്കിരയാക്കി. ആ പള്ളിക്കൂടം സ്വന്തം ഗ്രാമത്തില് അയ്യങ്കാളി പഠിക്കാൻ മറ്റുള്ളവരുടെ വീടുകളിൽ നിന്നും കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അവര്
കയറ്റാതെ കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്നും അട്ടിയോടിക്കപ്പെട്ടു. പഠനം തരില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു. അവസാനം അയ്യങ്കാളി 1904 അവിടെ ഈ വിദ്യാലയം സ്ഥാപിച്ച അന്ന് രാത്രി തന്നെ അതിനെ അഗ്നിക്കിരയിട്ടു. 2 സമരവും പാതി വഴിയിൽ നിൽക്കുകയാണ്. അയ്യങ്കാളി തുടങ്ങിയ 2 സമരവും പാതി വഴിയിൽ നിന്നു. ചിന്തയും ബോധവും തമ്മിൽ കൂട്ടുമുട്ടാൻ തുടങ്ങി. ഈ സമയത്താണ് മറ്റൊരു സംഭവം തിരുവനന്തപുരം മുതൽ, അല്ലെങ്കിൽ അന്ന് ഭാരതത്തിൽ വിശിഷ്യ നടന്നുകൊണ്ടിരുന്നു എന്നത് നമ്മൾ ഓർക്കണം. ആദ്യം ബ്രിട്ടീഷുകാർ വിഭജിച്ച് ഭരിക്കുക എന്ന് പറയുന്ന തന്ത്രം പയറ്റിയതുപോലെ തന്നെ മതപരിവർത്തനത്തിന്റെ ലണ്ടൻ മിഷൻ സൊസൈറ്റിയും സാവേഷൻ ആർമിയും ബദൽ മിഷനും ഈ 3 ക്രിസ്തീയ സഭകളുടെയും നിരന്തരമായ മതപരിവർത്തനം ഈ പറയുന്ന പ്രദേശം ഉൾപ്പെടെ കേരളത്തിന്റെ ഏകദേശം തിരുവിതാംകൂറിന്റെ ഒട്ടുമുഖ്യ മൂലയിലും മതപരിവർത്തനം നടന്നുകൊണ്ടിരുന്നു. അതിന്റെ ഒരു കാരണം അവർ മുന്നോട്ട് വെച്ചത് തന്നെ പോലെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന മാസ്മരീയമായ ഒരു വാചകത്തിൽ ഈ അടിയാളവർഗം പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചു. അതോടുകൂടി തങ്ങൾക്ക് കിട്ടാത്ത സ്വാതന്ത്ര്യം മതം മാറിയാൽ കിട്ടുമെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ മതം മാറ്റാൻ വേണ്ടി മിഷണറി പ്രവർത്തനത്തിലെത്തി ഇറങ്ങിയ സഭകൾക്കും സാധിച്ചു. അങ്ങനെ ക്രമാതീതമായി മതപരിവർത്തനം നടന്നു. അയ്യങ്കാളിയുടെ തറവാട്ടിലും മതപരിവർത്തനത്തിന് വേണ്ടി ആളുകളെത്തി, മിഷണറിമാരെത്തി. നോക്കണം, നമ്മൾ സ്വന്തം സമുദായത്തിൽ നിന്നും കിട്ടാത്ത ഒരു ആനുകൂല്യം മതം മാറിയതോടുകൂടി ആരുടെ മുന്നിലും നടന്നു ചെല്ലാനും ആരുടെ മുന്നിലും വസ്ത്രം ധരിച്ചും ആഭരണം ധരിച്ചും നിൽക്കാനും അവകാശം കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു സമൂഹം, തങ്ങൾക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ് എന്ന് ചിന്തിച്ച സമൂഹം തങ്ങളുടെ സംസ്കാരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു സംസ്കാരം സ്വീകരിച്ചതിന്റെ ഫലമായി വ്യാപകമായ മതപരിവർത്തനം നടന്നു. തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ആപ്തവാക്യം എപ്രകാരമാണോ തങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ അയ്യങ്കാളി അതിനെതിരായിരുന്നു. ഈ ഒരു ദുരവസ്ഥ കണ്ട് പാലക്കാട്ടിൽ നിന്നും സദാനന്ദ സ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമി അന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെട്ടു. അദ്ദേഹം തിരുവനന്തപുരത്തെത്തി കോട്ടയുടെ പിറകുവശത്ത് മേൽജാതിക്കാരായ ആളുകളുടെ മുന്നിൽ അദ്ദേഹം നാളെ ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന വിപത്തിനെതിരെ ആളുകളെ ബോധവൽക്കരണം നടത്തി. ഓരോ ആളുകളോടും ഈ മതപരിവർത്തനത്തിന്റെ വിപത്ത് സദാനന്ദ സ്വാമി എന്ന് പറയുന്ന ആ സ്വാമി ഘോരമായ പ്രസംഗത്തിലൂടെ തിരുവനന്തപുരത്തെ കോട്ടയ്ക്ക് പിറകിൽ നിന്നും നടത്തിയത് കൊണ്ട് അന്ന് ഈ പ്രസംഗം കേൾക്കുന്ന പലവരും മതപരിവർത്തനത്തിനെതിരായ പ്രവർത്തനം തന്റെ കുടുംബത്തിൽ ചെയ്യാൻ തുടങ്ങി. ഇദ്ദേഹത്തെ കുറിച്ച് അയ്യങ്കാളി കേട്ടറിഞ്ഞു. അയ്യങ്കാളി സദാനന്ദ സ്വാമിയെ പോയി കാണുകയാണ്. തന്റെ പ്രദേശമായ വെങ്കാനൂരിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു വരുത്തി ഈ സദാനന്ദ സ്വാമിയെ. സ്വാമിജി വന്ന് 1000-ൽ പരം ആളുകൾക്ക്, സ്വജാതിയിൽ പിറന്ന ആളുകൾക്ക് അയ്യങ്കാളി വിളിച്ചു കൂട്ടിയ ആളുകളുടെ മുന്നിൽ സദാനന്ദ സ്വാമി മതപരിവർത്തനത്തിന്റെ മതം മാറ്റത്തിന്റെ തിക്ത ഫലങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കി. അങ്ങനെ ആദ്യമായി കേരളത്തില് മതപരിവർത്തനത്തിനെതിരെ ആളുകളെ സംഘടിപ്പിച്ച ആളും ഈ പറയുന്ന അയ്യങ്കാളിയാണ്. അങ്ങനെ സദാനന്ദ സ്വാമിയും അയ്യങ്കാളിയും ചേർന്ന്, കൂട്ടാളികളും ചേർന്ന് പരാതി സമർപ്പിച്ചു, നിവേദനം കൊടുത്തു. നിവേദനം കൊടുക്കാൻ പോകുന്നത് വലിയ ഒരാള് അല്ല, വലിയ ഒരു സമൂഹം തന്നെയാണ് നിവേദനം കൊടുക്കാൻ പോയത്. നിവേദനം കൊടുക്കാൻ പോകുമ്പോ അയ്യങ്കാളി തങ്ങളുടെ സമുദായത്തിൽ പിറന്ന ആളുകളെ, രാജാവിന് മുഖം കാണിക്കാനുള്ള അർഹതയില്ലാത്ത ആളുകൾ എല്ലാവരെയും സംഘടിപ്പിച്ച് നിവേദനം തയ്യാറാക്കി. നിവേദനം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതണ്ട, ഇത് പറയുന്ന വാക്കുകൾ ആണ് നിവേദനം. അവിടെ നിവേദനം പറയുകയാണ്. സദാനന്ദ സ്വാമിയും അയ്യങ്കാളിയും ഉൾപ്പെടെയുള്ള ആളുകൾ നീണ്ട ആ ഒരു വിജയദശമിക്ക് പൂജവെപ്പ് കഴിഞ്ഞ് പുസ്തകം എടുക്കുന്ന അന്ന് രാജാവിന്റെ മുന്നിൽ
ദിവാൻ രാജഗോപാലാചാര്യയോട് സംസാരിച്ച് ഇങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്. അങ്ങനെ പാടത്ത്, രാജാവിന്റെ നെടുമാളികയിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന ദൂരത്തുള്ള പാടത്ത് ആയിരക്കണക്കിന് ആളുകൾ തന്നെ കാണാൻ വേണ്ടി, കീഴാള വർഗത്തിലുള്ളവർ തന്നെ കാണാൻ വന്ന് സങ്കടം പറയുന്നു എന്ന സത്യം രാജാവ് അന്ന് ആദ്യമായാണ് രാജാവ് ഈ സമൂഹത്തെ കാണുന്നത്. രാജാവ് ആ നിവേദനത്തിന് ശേഷം, ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു ഉത്തരവിറക്കുകയാണ്. ആ ഉത്തരവിൽ മിഷണറി പ്രവർത്തനങ്ങൾ ആരെയും നിർബന്ധിപ്പിക്കാൻ പാടില്ല എന്ന് രാജാവ് ഉത്തരവിറക്കി. മറ്റൊന്ന്, സ്വമേധയെ തിരിച്ചുള്ള പരാവർത്തനത്തിന് തടസ്സവും നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നിർബന്ധിച്ച് മതം മാറ്റാൻ പാടില്ല, സ്വമേധയുള്ള പരാവർത്തനത്തിന് തടസ്സവും നിൽക്കാൻ പാടില്ല എന്ന് മിഷണറിമാർക്ക് ഉത്തരവിറക്കിയപ്പോ ആ പ്രശ്നം താൽക്കാലികമായിട്ട് വിരാമമിട്ടു. അയ്യങ്കാളിയുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് അന്ന് സദാനന്ദ സ്വാമിയുമായിട്ടുള്ള കൂടിച്ചേരലിലൂടെ അയ്യങ്കാളി ഒരു ആത്മീയതയുടെ ബോധതലങ്ങളിലേക്ക്, ആവശ്യകതയെക്കുറിച്ച് നിരക്ഷരനായ, പരിജ്ഞാനം ഒട്ടുമില്ലാത്ത അയ്യങ്കാളിയുടെ ചിന്തയിലേക്ക് എത്തിക്കാൻ സദാനന്ദ സ്വാമിക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ അവിടെ ഒരു ആത്മീയ മണ്ഡലം എന്ന പേരിൽ സദാനന്ദ സ്വാമിയും ഈ പറയുന്ന അയ്യങ്കാളിയും കൂട്ടരും ചേർന്ന് രൂപീകരിച്ചു. അതിന്റെ പ്രവർത്തനം ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ അയ്യങ്കാളിക്ക് കഴിഞ്ഞില്ല. കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ സാമ്പത്തികമാകാം, അല്ലെങ്കിൽ തൊഴിലാകാം. ആ തരത്തിലുള്ള കാര്യത്തിന് ഇതൊരു പരിഹാരമല്ല. ആത്മീയത പറഞ്ഞുകൊണ്ട് നടന്നാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അന്നമുണ്ടാകില്ല എന്ന ബോധ്യത്തിലേക്ക് ആ സംഘടന തന്നെ എത്തപ്പെടുമ്പോൾ അതിൽ നിന്നും അയ്യങ്കാളി പിന്മാറുകയും സംഘടന സദാനന്ദ സ്വാമിയും പിന്നീടും തുടർയാത്ര ചെയ്യുകയുമാണ് ചെയ്തത്. അതിനോടൊപ്പം തന്നെ അയ്യങ്കാളി അപ്പോഴേക്കും കൂടി ആധ്യാത്മികമായ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തില് ഭാരതത്തില്, അല്ലെങ്കിൽ വിശിഷ്യ കേരളത്തില് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവർത്തനം 1903 ആരംഭിക്കുമ്പോ അതില് പറയുന്ന ചില വാചകങ്ങള് തന്റെ സമൂഹത്തിനും ആവശ്യമാണെന്ന് ശ്രീനാരായണ ഗുരു ചിന്തിച്ചിരുന്നു. ഒന്നാമത്തത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. ശ്രീനാരായണ ഗുരുദേവന്റെ ഉത്ബോധനത്തിന്റെ ഒരു വാചകമായിരുന്നു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. മദ്യം കുടിക്കരുത്, ഉണ്ടാക്കരുത്, വിൽക്കരുത്. ഈ തരത്തിലുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ ഉത്ബോധനങ്ങളെ അയ്യങ്കാളിയും വളരെ ആകർഷ്ടരായി. അങ്ങനെ അയ്യങ്കാളി തുടങ്ങിവെച്ച സമരങ്ങളൊന്നും പൂർത്തീകരിക്കാതെ നിൽക്കുകയാണ് എന്ന ബോധത്തിൽ 1907 അയ്യങ്കാളി സാധുജന പരിപാലന സംഘം എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയാണ്. ആ സംഘടന പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അയ്യങ്കാളി ഈ പറയുന്ന 1903 രൂപം കൊണ്ട ശ്രീനാരായണ പരിപാലന സംഘവും നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ്. എന്നാൽ അയ്യങ്കാളിയുടെ പ്രസ്ഥാനത്തിൽ ഏകദേശം പ്രവർത്തനം ആരംഭിച്ച് കുറച്ച് സമയം കൊണ്ട് തന്നെ ആളുകളുടെ അംഗബലം വളരെ കൂടുതൽ ശക്തവും സുദൃഢവുമായ ഒരു സംഘടനയാക്കി ചെട്ടിപ്പടുക്കാൻ അയ്യങ്കാളിക്ക് കഴിഞ്ഞു. അതിന്റെ ഒരു കാരണം ശ്രീനാരായണ ഗുരുദേവന്റെ ഉത്ബോധനങ്ങളെ ശിരസാ വഹിച്ചുകൊണ്ട് പ്രവർത്തന പദത്തിൽ എത്തിക്കാനുള്ള ഒരു കാര്യം അദ്ദേഹം ചെയ്തിരുന്നു. യോഗസ്ഥലങ്ങളിൽ അദ്ദേഹം ചെയ്തൊരു കാര്യം, കൂടി നിൽക്കുന്ന സദസ്സിലേക്ക് നോക്കി അയ്യങ്കാളി പറയുമായിരുന്നു, മദ്യം. അദ്ദേഹം പറഞ്ഞു അധ്വാനിക്കുന്ന വർഗത്തോട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ പാടിയിൽ പോകരുത്, അധ്വാനം കഴിഞ്ഞാൽ പാടിയിൽ പോകരുത്. പാടി എന്ന് പറഞ്ഞാൽ കള്ളുഷാപ്പ്. പാടി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചയമാണ്. കാരണം പാടി എന്ന പേര് കേരളത്തില് ഒരു നടനുമായി ബന്ധപ്പെട്ട് കുറെ ചർച്ച ചെയ്താണ്. പക്ഷെ അന്ന് പാടിയുടെ അർത്ഥം കള്ളുഷാപ്പാണ് എന്ന് ഒരു പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ആ പാടിയിൽ പോകരുത് എന്ന്, പാടിയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർക്കണമെന്നും അയ്യങ്കാളി പ്രസംഗിക്കുമായിരുന്നു. അതോടുകൂടി പാടിയിൽ പോകാതെ വീട്ടിൽ പോകുന്നവർ എത്ര പേരുണ്ട് എന്ന് ഓരോ യോഗത്തിലും അയ്യങ്കാളി കൈബന്ധിച്ച് ഇരിക്കും. അതൊരു ശീലമായി. ആളുകൾക്ക് പറയാനുള്ള ഇച്ഛാശക്തി നഷ്ടപ്പെടാതിരുന്നു. അങ്ങനെ
തങ്ങളുടെ സംഘടനയില് ആളുകളും കൂടി, അയ്യങ്കാളിയിലുള്ള വിശ്വാസവും കൂടി. ആ സംഘടന മുന്നോട്ട് വെച്ച ആശയങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ആ സംഘടന എന്ന നിലയിൽ അയ്യങ്കാളി അന്ന് ആ സംഘടനയിൽ അവരുടെ നിയമാവലിയിൽ എഴുതി ചേർത്തത് ആഴ്ചയിൽ ഒരു ദിവസം ലീവ് വേണം, 8 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യുകയുള്ളൂ, തൊഴിലിന് മാന്യമായ വേതനം. ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നിയമാവലിയാണ് അന്ന് അയ്യങ്കാളി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ മറ്റൊന്ന്, തങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം, സഞ്ചാര സ്വാതന്ത്ര്യം, 8 മണിക്കൂർ പണി, ഈ തരത്തിലുള്ള എല്ലാവരുടെയും ആവശ്യം ആണ് ഈ പറയുന്ന അയ്യങ്കാളി മുന്നോട്ട് വെച്ച സംഘടനയുടെ നിയമാവലിയിൽ ആവശ്യങ്ങളായി ഉന്നയിക്കപ്പെട്ടു വന്നത്. അതുകൊണ്ട് തന്നെ അവര് ചിന്തിച്ചു, എല്ലാ ഞായറാഴ്ചയും ലീവാണ്, ആ ലീവ് എടുത്ത് ഉച്ചയ്ക്ക് ശേഷം അവരുടെ യോഗവും നിശ്ചയിച്ചു അവര്. അങ്ങനെ ആ സംഘടനയാണ് മുന്നോട്ട് പോയത്. അപ്പോഴും അവരുടെ ചെറിയൊരു പ്രശ്നം ബാക്കി നിന്നു. സ്ത്രീകൾക്ക് അപ്പോഴും അവർക്ക് വേണ്ടി പറയാനുള്ള ആർജവം അവർക്കും ഇല്ലാതെയായി. അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി അയ്യങ്കാളി യോഗത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ആ യോഗത്തിൽ സംസാരിച്ച് വന്നപ്പോ അയ്യങ്കാളി സ്ത്രീകളുടെ യോഗം ചേർന്ന് അതിലും അയ്യങ്കാളി സുദൃഢമായ തങ്ങളുടെ സംഘടനയിൽ ചേരേണ്ടതിന്റെ ആവശ്യകത, ഈ പറയുന്ന ഭർത്താക്കന്മാരുടെ മദ്യപാനം, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചെല്ലാം ഘോരമായ പ്രസംഗം അയ്യങ്കാളി നടത്തിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് സംഘടന എന്ന നിലയിൽ രൂപം പെട്ടപ്പോൾ അന്ന് പുരുഷന്മാർക്ക് 1 ചക്രവും സ്ത്രീകൾക്ക് അരച്ചക്രവും മെമ്പർഷിപ്പ് വരെ ആ സംഘടനയിൽ ഉണ്ടായി. സംഘടന രൂപം പ്രാപിച്ച് ശക്തി പ്രാപിച്ചപ്പോൾ അദ്ദേഹം നേതൃത്വത്തില് സംഘടനാ സ്വരൂപം വന്നതിന് ശേഷം അയ്യങ്കാളി വിദ്യാഭ്യാസത്തിന് വേണ്ടി വീണ്ടും അന്നത്തെ വിദ്യാഭ്യാസ ഡയറക്ടർ ആയിരുന്ന മൈക്കിൾ സായിപ്പ്, പുതുതായിട്ട് ദിവാൻ രാജഗോപാൽ എന്ന് പറയുന്ന 2 പേർക്ക് അധികാരം ചുമതലപ്പെട്ട് മാറി വന്നു. 1907 ജൂൺ മാസത്തില് സ്കൂൾ പ്രവേശനത്തിന് ഈ അപേക്ഷ കൊടുത്തതിന്റെ ഫലമായി ഉത്തരവിറക്കി, സർക്കാർ ഉത്തരവിറക്കി, എല്ലാവർക്കും സ്കൂൾ പ്രവേശനം എന്ന് പറഞ്ഞു. സ്കൂൾ പ്രവേശനത്തിന് അനുമതി കിട്ടിയപ്പോൾ സർക്കാർ ഉത്തരവിറക്കി, പ്രവേശനം ലഭിച്ചത് ഇല്ല. ഇപ്പൊ ബാലേട്ടൻ ഇവിടെ ആദ്യ ഒരു സമയത്ത് സ്വാഗതം പറഞ്ഞ് അധ്യക്ഷ പദത്തിന്റെ സമയത്ത് ബാലേട്ടൻ പറഞ്ഞു പഞ്ചമി എന്ന ആ കുട്ടിയെ കുറിച്ച്. പ്രവേശനം നിഷേധിച്ചുകൊണ്ട് വീണ്ടും സ്കൂളിലേക്ക് കുട്ടികളെ കയറി ചെന്നാൽ, കുട്ടികളുമായിട്ട് ചെന്നാൽ അധ്യാപകര് സ്കൂള് പൂട്ടി സ്ഥലം വിട്ടു. സർക്കാർ ഉത്തരവിറക്കി നിൽക്കുകയാണ്. അയ്യങ്കാളി സ്കൂൾ ആദ്യമായിട്ട് ചെയ്യുന്നത്, അയ്യങ്കാളി കുട്ടിയെയും കൂട്ടി സ്കൂളിലേക്ക് പോകും. സ്കൂൾ അധ്യാപകൻ, ഹെഡ്മിസ്റ്റർ സ്കൂൾ പൂട്ടി അവിടുന്ന് നാട് വിട്ടു, സ്ഥലം വിട്ടു. കാരണം അദ്ദേഹത്തിന് ഇവരെ നേരിട്ട് കാണാനുള്ള താൻ കണ്ടുപോയാൽ താൻ ആരെയാണ് കാണുന്നത് എന്നുള്ള ബോധത്തിലാണ്, വിദ്യാഭ്യാസമുള്ള അറിവുള്ള ഒരാളുടെ മനോത്താണ് നമ്മൾ അതിലൂടെ വ്യക്തമാക്കുന്നത്, ചിന്തിക്കേണ്ടത്. വീണ്ടും ഇതൊരു കീറാമുട്ടിയായി സ്കൂൾ പ്രവേശനം. കാരണം സ്കൂൾ പഠിക്കാൻ പറ്റുന്നില്ല, ഉത്തരവുണ്ട് സർക്കാരിന്റെ, പക്ഷെ ഈ പറയുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സ്കൂൾ ഉണ്ടാക്കാൻ നോക്കി, അത് തീയിട്ട് സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ അത് പൂട്ടിപ്പോകുന്നു. അങ്ങനെ സ്കൂൾ പ്രവേശനം, വിദ്യ, അറിവ്, തന്റെ സമൂഹത്തിന് അറിവ് കൊടുക്കുന്ന അറിവ് എന്നുള്ളത് അപ്പോ വീണ്ടും ഇങ്ങനെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. അറിവ് നേടാൻ എന്താണ് ബുദ്ധിമുട്ട്, അറിവ് കൊടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? ഇത് വീണ്ടും വീണ്ടും അയ്യങ്കാളിയുടെ മനസ്സിൽ ഒരു ഇതായിട്ട് മാറി. അങ്ങനെയാണ് പഞ്ചമി എന്ന പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് അയ്യങ്കാളി സ്കൂളിലേക്ക് പോവുകയാണ്. ആ സ്കൂളിൽ എത്തുന്ന സമയത്ത്, എത്തുന്നതോടുകൂടി അവിടെ സംഘർഷം ആരംഭിക്കുകയാണ്. സ്കൂളിൽ ഒരു രാത്രിയും ഒരു പകലും നീണ്ട, എവിടുന്നാണോ സ്കൂൾ ആരംഭിച്ചത് അവിടെ നിന്ന് തുടങ്ങി ഒരുപാട് അയ്യങ്കാളിയുടെ സമുദായത്തിൽപ്പെട്ട ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപകമായ ഒരു കലാപം അവിടെ നടക്കുകയാണ്. ആ കലാപം അന്തിയുടെ യാമങ്ങളിലാണ് അത് അവസാനിച്ചത്. രാവിലെ തുടങ്ങിയ കലാപം ഒട്ടനവധി പേരുടെ രക്തം
ചിന്തിയ കലാപം, അത് പുലയനാർ ലഹള എന്ന പേരിൽ നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ കലാപത്തെ, അതൊരു കലാപം എന്ന നിലയിൽ പഞ്ചമി എന്ന പെൺകുട്ടിക്ക് സ്കൂൾ പ്രവേശനം നിഷേധിച്ച് ഇന്നും ആ സ്കൂളുണ്ട്. ബാലകൻ ആ ചരിത്രം പറഞ്ഞു കഴിഞ്ഞു. ഇതിനുശേഷം അയ്യങ്കാളിയും സ്വാമിയും, സദാനന്ദ സ്വാമി ഇന്നും അയ്യങ്കാളിയുടെ കൂടെയുണ്ട്. അതോടുകൂടി ആധ്യാത്മികമായി വലിയ കാളി ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ യുമായി അയ്യങ്കാളി ഒരു കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം നിൽക്കുന്ന ഈ സമയത്ത് അയ്യങ്കാളിയുടെ ജീവിതത്തിലേക്ക് മറ്റൊരു കാര്യം കടന്നു വരികയാണ്. അത് മറ്റൊരു സ്വാമി, രാജകൊട്ടാരത്തിന്റെ വീതിയിലൂടെ അദ്ദേഹം നടന്നു വരുന്നു. അയ്യാ സ്വാമി എന്ന് പറയുന്ന മറ്റൊരു സ്വാമി അയ്യങ്കാളിയെ കണ്ട മാത്രയിൽ അദ്ദേഹം ചോദിക്കുകയാണ്, കാളി ഉനക്ക് സൗഖ്യമാണോ എന്ന് ചോദിക്കും. കാളി ഉനക്ക് സൗഖ്യമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് താനേ സ്വാമി എന്ന് അയ്യങ്കാളി മറുപടി പറയും. രണ്ടാമത് ചോദിച്ചത് ശ്രീമൂലം പ്രജാസഭ സഭയില് ഉനക്ക് ചേലല എന്ന് ചോദിക്കുകയാണ്. ഉനക്ക് ചേലല എന്ന് ചോദിക്കുകയാണ്. പ്രജാസഭയിലേക്ക് ചേർന്നുകൂടെ എന്ന് അയ്യങ്കാളിയോട് ചോദിച്ചത് ഈ പറയുന്ന അയ്യാസ്വാമിയാണ്. അയ്യാസ്വാമിയും എന്താണ് പ്രജാസഭയുമായിട്ടുള്ള ബന്ധമെന്ന് അന്ന് അയ്യങ്കാളിക്ക് അറിയില്ലായിരുന്നു. ഈ അയ്യാസ്വാമി വരുന്നത് ശ്രീമൂല തിരുനാളിനെ കണ്ട് ചർച്ച നടത്തി ഈ പറയുന്ന വർഗത്തിനു വേണ്ടി സംസാരിച്ച് ഇട്ടായിരുന്നു എന്ന് പിന്നീടാണ് അയ്യങ്കാളിയുടെ സൗഹൃദത്തില് പിന്നീടാണ് അദ്ദേഹം അറിയുന്നത്. അങ്ങനെ 1911 ഡിസംബർ മാസം ആദ്യത്തിൽ അയ്യങ്കാളി നോമിനേറ്റ് ചെയ്യപ്പെട്ടു പ്രജാസഭയിൽ. ആദ്യത്തെ പ്രസംഗം ഫെബ്രുവരി മാസം 2-ാം തീയതി 1912 ഫെബ്രുവരി മാസം 26-ാം തീയതി ടൗൺ ഹാളിൽ പ്രസംഗിച്ചു. അതിൽ അയ്യങ്കാളി വളരെ സുദീർഘമായ തന്റെ സമുദായം അനുഭവിക്കുന്ന യാതനകള് എണ്ണി പറഞ്ഞു. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം, കൃഷിപ്പണി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ സംഘടന മുന്നോട്ട് വെച്ച എല്ലാ കാര്യവും അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ മറ്റംഗങ്ങൾക്കും, അത് ഈ പ്രജാസഭയിൽ ഉണ്ടായിരുന്നത് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അതായത് ഒരു സമുദായത്തിൽ ഇത്ര അംഗങ്ങൾ ഉണ്ടെങ്കിൽ ആ സമുദായത്തിന് ഒരു അംഗത്തെ മറ്റൊരു സമുദായത്തിന് നോമിനേറ്റ് ചെയ്യും. ഈ സമുദായത്തിൽ നിന്ന് ആളെ എടുത്തിരുന്നില്ല. അയ്യങ്കാളിക്ക് പകരമായി മുമ്പ് വരുന്നതിന് മുമ്പ് ആ സമുദായത്തിൽ നിന്നും വേറൊരാളെ നോമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ പേര് പിന്നെ പ്രജാസഭയിൽ നോമിനേറ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ രണ്ടാമത്തെ ഫെബ്രുവരി മാസം ഒരു പ്രസംഗം നടത്തി. മാർച്ചിൽ അതേ വർഷം തന്നെ രണ്ടാമത്തെ പ്രസംഗവും സഭയില് അയ്യങ്കാളി നടത്തി. അതിന് ആ സഭയിൽ വെച്ച് ഒരു മറുപടി കിട്ടി. ആദ്യത്തെ പ്രസംഗത്തിന് മറുപടി ഒന്നും ഉണ്ടായില്ല. രണ്ടാമത്തെ പ്രസംഗത്തിന് മറുപടിയിൽ ഉറപ്പ് കൊടുത്തു. അന്നത്തെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ രാജാവിന്റെ ഭാഗത്തുനിന്നും ഉറപ്പ് കൊടുത്തു സ്കൂൾ പ്രവേശനം. ആ പ്രവേശനം മറുപടി പ്രസംഗത്തിൽ ദിവാൻ അത് കൃത്യമായി പറഞ്ഞു. ഉത്തരവിറക്കി. സ്വന്തം കുട്ടിയെ അയ്യങ്കാളിയെ കൊണ്ടേ ചേർക്കാൻ ചെന്നു. ആദ്യം പോയതൊക്കെ മറ്റുള്ളവരാണ്. ഇതും സ്കൂളിൽ ചേർത്തില്ല. സ്വന്തം കുട്ടിയുമായിട്ടാണ് അയ്യങ്കാളി സ്കൂളിൽ പോയത്. പക്ഷെ സ്കൂളിൽ ചേർത്തില്ല. അന്നും ഹെഡ് മിസ്റ്റർ ഊട്ടി സ്ഥലം വിട്ടു. നമ്മളൊന്ന് നോക്കുക, തങ്ങളുടെ കുട്ടികൾക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖലോലുപതയെ കുറിച്ച് നേടിയെടുത്ത ഒരു സ്വാതന്ത്ര്യത്തിന്റെ തീക്ഷ്ണമായ മുഖങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. വിദ്യ നേടുക എന്ന് പറയുന്ന പരമോന്നതമായ ആ ഇത് നേടിയെടുക്കാൻ വേണ്ടി ഒരു വ്യക്തി ഇത്രയേറെ ഒരാളും സഹിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ആദ്യത്തെ ഇനി ആരും കേട്ടൂലല്ലോ, അവർക്ക് വേണ്ടി വെങ്കാനൂരിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഗ്രാമത്തിൽ അന്ന് ഒരു സ്കൂള് കെട്ടുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഈ സ്കൂളൊക്കെ കെട്ടി റെഡിയാക്കി. ഇനി പഠിപ്പിക്കാൻ ആള് വേണ്ടേ? ആരാ പഠിപ്പിക്കുക? ഈ പറയുന്ന ഈ സ്കൂള് ഹെഡ്മിസ്റ്റർമാരും ഈ പറയുന്ന സമൂഹം നിൽക്കുമ്പോൾ ആര് പഠിപ്പിക്കും? അയ്യങ്കാളി ആലോചന നടത്തി. അവസാനം അന്ന് സാധാരണ ഉണ്ടായിരുന്ന ശമ്പളം 6 രൂപയായിരുന്നു ഒരു അധ്യാപകന്റെ ശമ്പളം. അയ്യങ്കാളിക്ക് വേണ്ടി സർക്കാർ 9 രൂപ, ആ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകന് 9 രൂപ സർക്കാർ ശമ്പളം പ്രഖ്യാപിച്ചു. ഒരു അധ്യാപകൻ
ദാരിദ്ര്യം കൊണ്ടാണോ എന്നറിയില്ല, ചങ്കുറപ്പം കൊണ്ടാണോ എന്ന് പറയാൻ സാധ്യമല്ല. എന്തായാലും ഒരു അധ്യാപകൻ തയ്യാറായി വന്നു. എന്നാൽ ആ സ്കൂളും അദ്ദേഹത്തെയും കയ്യേറ്റം ചെയ്തു. കാരണം പട എന്ന് പറയുന്ന ഈ പറയുന്ന പടയല്ല, നമ്മൾ ഇന്ന് കാണുന്ന പടയല്ല. പേരുകൊണ്ട് ഒരു ജാതി ചേർത്തൊരു പട എന്ന് പറയുന്ന ഇത് നമ്മൾ ഒരുപക്ഷെ പഴശ്ശിരാജയിലോ എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഈ പടയെ കുറിച്ച് പറയുന്നുണ്ട്. ആ പട അദ്ദേഹത്തെ കൈകാര്യം ചെയ്തു. അപ്പൊ ഒരു കാര്യം തീരുമാനിച്ചു അയ്യങ്കാളി, അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥലത്തും പടയ്ക്കുണ്ടാകുന്ന പണി ഉണ്ടാക്കാന്ന് കരുതി അങ്ങനെ നെടുമങ്ങാട് ചന്തയിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയ്യങ്കാളിയും കൂട്ടരും ഇരച്ചു കയറി. സംഘർഷമാണെങ്കിൽ ഇനി സംഘർഷം കൊണ്ട് നേടിയെടുക്കാം എന്ന തരത്തിലേക്ക് അയ്യങ്കാളിയും സാധുജന പരിപാലന സംഘവും ഉൾപ്പെടെയുള്ള ആളുകളുടെ മനോനില മാറി. പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല എന്നും കേണപേക്ഷിച്ചിട്ട് കാര്യമില്ല എന്നും തിരിച്ചറിവിലേക്ക് ഒരു സമൂഹത്തെ അത്യന്തം ബീഭത്സകമായ ഒരവസ്ഥയിലേക്ക് അയ്യങ്കാളി തന്നെ നയിച്ചു. ആ സമരം വിജയം കാണാൻ തുടങ്ങി. വിദ്യാഭ്യാസത്തിന് വേണ്ടി രണ്ടും കൽപ്പിച്ച് ഇനി ഒരു അപേക്ഷ കൊടുക്കില്ല എന്ന് അയ്യങ്കാളി തീരുമാനിച്ചു. ഭാരതത്തിൽ ആദ്യമായി തൊഴിലാളി സമരം അയ്യങ്കാളി തുടക്കം കുറിച്ചു. ഇനി ഒരു അപേക്ഷ കൊടുത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കില്ല എന്ന ഉറച്ച ബോധ്യത്തില് അയ്യങ്കാളി ഒരു മുദ്രാവാക്യം മുളച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ അവസരം നൽകിയിട്ടില്ലാത്ത ഈ സമൂഹത്തോട് ഇക്കാണായ പാഠങ്ങളെല്ലാം ഞങ്ങൾ മുട്ടിപ്പുല്ല് മുളപ്പിക്കും എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അയ്യങ്കാളി സമരം മുന്നോട്ട് നയിച്ചു. മുദ്രാവാക്യം കേട്ട് ആയിരക്കണക്കിന് കർഷകരായ മുഴുവൻ ആളുകളും എവിടെയാണോ പണി നിർത്തുന്നത് അവിടെ തങ്ങളുടെ തൊഴിലിടം ഉപേക്ഷിച്ചു. തങ്ങളുടെ മക്കൾക്ക് വിദ്യാലയത്തിൽ പ്രവേശനം നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വയറ് ഞങ്ങൾ പട്ടിണിയിലാക്കുമെന്ന തൊഴിലാളിയുടെ സ്വരം അയ്യങ്കാളി ഘോരമായി പ്രസംഗിച്ചു. മുദ്രാവാക്യം പാടത്ത് പണിയെടുക്കുന്നതിന്റെ കുട്ടിക്ക് വിദ്യാലയം നിഷേധിച്ചാൽ എന്നുള്ള വിഷയത്തിലേക്ക് എല്ലാവരും ചർച്ചയായി. നീണ്ട ഒരു വർഷം ഒരു പാടത്ത് ഒരു കർഷകനും പണിയെടുക്കാത്ത ഒരവസ്ഥ ഉണ്ടായി. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഒരു 3 മാസം 4 മാസത്തേക്കൊക്കെ ഉള്ള നെല്ലറകൾ മാത്രമാണ് നിറയ്ക്കുന്നുണ്ടായിരുന്നത്. എല്ലാവരിലും ബുദ്ധിമുട്ടായി. സാധാരണ നമ്മൾ വിചാരിക്കും ഒരു സമരം നടക്കുമ്പോൾ സമരം നടത്തിയവർക്കും ബുദ്ധിമുട്ടുണ്ടായി. അയ്യങ്കാളി അതിനൊരു പരിഹാരം കണ്ടു. അന്നത്തെ നിലയിൽ അയ്യങ്കാളി തന്റെ സമുദായത്തിലുള്ളവർക്ക് പരിഹാരം കണ്ട്, പക്ഷെ മറ്റുള്ളവർക്ക് പരിഹാരമായിരുന്നില്ല അത്. അദ്ദേഹം തീരത്തുള്ള കടലോര ഗ്രാമങ്ങളിലുള്ള ആളുകളുമായി സംസാരിച്ചു. ഈ പട്ടിണിക്കാരൻ ആളുകൾക്ക് അവരുടെ കൂടെ കടലിലിറങ്ങി മത്സ്യം പിടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അതോടുകൂടി തൊഴിലാളി വർഗത്തിന് പാടത്ത് പണിയെടുക്കുക എന്ന് പറയുന്ന അത് വീണ്ടും മുതലാളിമാർക്ക് വിനയായി. അങ്ങനെ ചർച്ചകളായി. ആ ചർച്ചയ്ക്ക് പിന്നീട് ഈ പറയുന്ന പ്രശ്നത്തിന് പരിഹാരമായത് ചരിത്രത്തിൽ ആദ്യമായി ഒരു ട്രേഡ് യൂണിയനുകളോ ഒരു സംഘടന ഇന്ന് കാണുന്നതൊന്നുമില്ലാത്ത കാലത്ത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു സമരം നീണ്ട 365 ദിവസത്തിന്റെ അപ്പുറത്തേക്ക് ഒരു സമരത്തെ കൊണ്ടുപോകാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഇച്ഛാശക്തിയാണ് നമുക്ക് മൂലധനമായിട്ട് എടുക്കേണ്ടത്. ആ വ്യക്തിയുടെ കഴിവ് സംഘടിപ്പിക്കുക എന്നത് മാത്രമല്ല, തന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ എത്ര കണ്ട് നിഷേധിച്ചാലും നിഷേധങ്ങളെ തട്ടിത്തെറിപ്പിക്കാനുള്ള ഓരോ കാര്യങ്ങൾ കണ്ടെത്തി അത് നേടിയെടുക്കുന്നത് വരെ അതിന്റെ പുറകിൽ അശ്ലീലമായ പരിശ്രമം നടത്തിയ വ്യക്തിയാണ് അയ്യങ്കാളി. അങ്ങനെയാണ് അയ്യങ്കാളി ആ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നത്. ജൂൺ മാസത്തില് ഏകദേശം സമരം അവസാനിപ്പിച്ചു. ചർച്ച 13 തുടങ്ങിയ ഇത് സമരം 1913 തുടങ്ങി 14 മെയ് മാസത്തില് കേരള ചരിത്രത്തിലെ ആ സമരം ഒത്തുതീർപ്പിലൂടെ അവസാനിപ്പിച്ചു. അവസാനിപ്പിക്കുന്ന സമയത്ത് കരാറ് ഏർപ്പെടുകയും പലതരത്തിലുമുള്ള കാര്യങ്ങൾ അതില് അദ്ദേഹം ചെയ്യുകയുണ്ടായി. സമരത്തിന്റെ വിജയത്തില്
തന്റെ സമുദായത്തിലുള്ളവർ അഹങ്കാരികളായി. നോക്കണം നമ്മൾ, ആ സമുദായത്തിലുള്ള ആളുകൾ ഒരു സമരം വിജയിച്ചതോടുകൂടി അഹങ്കാരികളായി മാറിയതിന്റെ തിക്തഫലവും ഈ പറയുന്ന അയ്യങ്കാളി അനുഭവിക്കുകയാണ്. കാരണം വിദ്യാഭ്യാസം കിട്ടിയതോടുകൂടി ഉണ്ടാവേണ്ടിയിരുന്ന ഒരു ബോധം ആളുകൾക്കില്ലാതെ മാറുന്ന ഒരു കാഴ്ച, അഹങ്കാരികളായി മാറി. കാരണം പാടത്ത് പണിയെടുക്കാതെ അവരപ്പോഴേക്കും മറ്റു പല മാർഗത്തിലൂടെ ജീവിക്കാ എന്ന ഒരു തരം അഹവും അവർക്ക് വന്നു ചേരുന്നു. അതും അയ്യങ്കാളിയെ വളരെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പിന്നീടും അയ്യങ്കാളി ശ്രീനാരായണ ഗുരുദേവനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. കൂടിക്കാഴ്ചയുടെ സമയത്ത് രോഗശയ്യയിൽ കിടക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെ വീണ്ടും അയ്യങ്കാളി കാണാൻ പോവുകയാണ്. അയ്യങ്കാളി എന്ന് പറയുമ്പോൾ ഏകദേശം നല്ല തലവെടുപ്പുള്ള, ഏറ്റവും താഴ്ന്ന ജാതിക്കാരന് വേണ്ടി, ഏറ്റവും അധസ്ഥിതൻ എന്ന് പറയപ്പെടുന്നവന് വേണ്ടി വാദിച്ച ഒരാളാണ്. അയ്യങ്കാളി വരുന്ന സമയത്ത് വലിയ ഒരു ഹൈന്ദവ ശ്രീനാരായണ ഗുരുദേവനെ പരിപാലന സംഘത്തിന്റെ ആളുടെ വീട്ടിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ജീരകവെള്ളം മാത്രം കഴിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഒരു സന്യാസി വന്ന് അയ്യങ്കാളി വരുന്ന കാര്യം പറയുന്നുണ്ട്. രൂപമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അയ്യങ്കാളി വരുന്ന ആ രൂപം, ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അയ്യങ്കാളിയെ അത് അയ്യങ്കാളിയാണെന്നും ജീരകവെള്ളം മാത്രം കടിച്ച് തന്റെ അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ അയ്യങ്കാളിയെ തിരിച്ചറിയുന്നു. അയ്യങ്കാളിയുമായി സംസാരിക്കാൻ വലിയെങ്കിലും കുറച്ച് ചില വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട്, ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കുന്നത് എൻ്റെ ദൗത്യം അങ്ങേ ഏൽപ്പിച്ച് ഞാൻ മടങ്ങട്ടെ എന്ന വാചകം പറഞ്ഞുകൊണ്ട് അയ്യങ്കാളി ഈ വാചകമാണ് ശ്രീനാരായണ ഗുരുവിൽ നിന്ന് കേൾക്കുന്നത്. 1928 ഗുരുദേവന്റെ ശിവഗിരിയിൽ വെച്ചാണ് ആ കാര്യം. അടിച്ചമർത്തപ്പെട്ടവന്റെ മുന്നിൽ ഏറ്റവും രണ്ട് തലവും രണ്ടാണ്. ആധ്യാത്മിക മേഖലയിലൂടെ സഞ്ചരിച്ച് കേരളത്തിന്റെ ഉത്ബോധനമുണ്ടാക്കിയ ഒരു സന്യാസി വര്യനും മുന്നിൽ നിന്നും പടനയിച്ച് ഒറ്റയ്ക്ക് ചങ്കുറപ്പ് മാത്രം മൂലധനമായി ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളുടെ ജനപ്രതിനിധിയായി പ്രജാസഭയിൽ അംഗമായി വരെ നിൽക്കുന്ന ആളും തമ്മിലുള്ള കൂടിക്കാഴ്ച വളരെ സ്പഷ്ടവും കണ്ടു നിൽക്കുന്നവർക്ക് ഹൃദയത്തിന് ഭേദവുമായിരുന്നു. അവരുടെ ഭാഷയും ആ നോട്ടത്തിന് പോലും എന്തൊക്കെയോ പറയാനും ചെയ്യാനും ഉണ്ടായി എന്ന രണ്ടുപേരുടെ കൂടിക്കാഴ്ചയായി ചരിത്രം രേഖപ്പെടുത്തി വെച്ച കഥയാണത്. വീണ്ടും സമരരംഗത്തേക്ക് അയ്യങ്കാളി കടക്കുകയാണ്. തങ്ങളുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് പ്രാകൃതമെന്ന് തോന്നിക്കുന്ന വേഷവിധാനമായിരുന്നു. അതിനെതിരെ പ്രാകൃതമെന്ന് പറയാൻ കാരണം അരയ്ക്ക് മുകളിൽ മുണ്ടെടുക്കാൻ പാടില്ല. കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് കല്ലുകൊണ്ട് കോർത്തുണ്ടാക്കിയ മാല, കാതിൽ അണിഞ്ഞിരിക്കുന്നത് ഇരുമ്പ് കഷ്ണം. നമ്മളൊന്ന് നോക്കുക. അങ്ങനെ കാണുന്നൊരു രൂപം, അവരുടെ നെറ്റത്തൊരു പൊട്ടു തൊടാൻ പാടില്ല. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു കാലഘട്ടത്തില് അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം അതിനെതിരെ പ്രവർത്തനം ആരംഭിച്ചു. നടക്കുന്നത് കൊല്ലം ജില്ലയിലും അയ്യങ്കാളി തിരുവനന്തപുരത്ത്. ഈ സമരം നടക്കുമ്പോൾ ആദ്യത്തെ സമരം ആരംഭിച്ചു. അയ്യങ്കാളി ഇല്ല ഇവിടെ, ആ സംഘടനയാണ് നേതൃത്വം കൊടുത്തത്. പക്ഷെ ഉടനെ തന്നെ അയ്യങ്കാളിയുടെ അടുത്തേക്ക് സന്ദേശം എത്തി. അയ്യങ്കാളി യോഗ സ്ഥലത്തെത്തി. അയ്യങ്കാളി വന്നതോടുകൂടി യോഗത്തിന്റെ ഗതി മാറി, ചരിത്രം മാറി. അയ്യങ്കാളി പ്രജകളോട് ആഹ്വാനം ചെയ്തു, ഓടരുത്, ഒറ്റയ്ക്കാണെങ്കിലും ഓടരുത്. മുട്ടുകുത്തി താഴെ ഇരുന്ന് മുട്ടിന്റെ താഴെ വെട്ടാൻ പറഞ്ഞു ശത്രുവിനെ. ശത്രുവായിട്ടാണ് കണ്ടത്. മേലാളന്മാരെ വെട്ടാൻ പറഞ്ഞു. നോക്കണം നമ്മൾ, അജാനബാഹുവായ അയ്യങ്കാളി നേതൃത്വം കൊടുത്ത് ഉഗ്രമായിട്ട് പ്രസംഗിച്ച് വെട്ടാൻ പറഞ്ഞു പ്രജകളോട് ആൾക്കൂട്ടമായി. അവിടെ ആ കോടതിയിൽ അദ്ദേഹം എല്ലാവർക്കുമുള്ള തുല്യനീതിയുടെ കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ ഈ ഒരു ചരിത്ര സംഭവം ദേവിയുടെ തൃപ്പാദങ്ങളിലും നിങ്ങളുടെ ഹൃദയത്തിലും പതിക്കട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്തേ.